എന്ത് ഷോകട ലൈഫ്. കുട്ടിക്കാലം തന്നെ മതിയായിരുന്നു. കുട്ടിക്കാലോ എല്ലാം മറന്നു പോയാളാ നമ്മ അനുഭവിച്ചത്. എന്തനുഭവം? കുട്ടിക്കാലം അല്ലേ രസം. എടാ പണ്ട് രാവിലെ 6 മണിക്ക് എഴുന്നേക്കണം. 6 മണിക്ക് എഴുന്നേറ്റിട്ട് 6:30 മദ്രസയിൽ പോണം. മദ്രസ വിട്ട് വരുമ്പോ എന്തായാലും ഒരു 8 മണിയായിട്ടുണ്ടാവും. സ്കൂൾ യൂണിഫോം എടുത്തിട്ട് വല്ലതും വാരത്തിന്ന് സ്കൂളിൽ പോണം. സ്കൂൾ വിട്ട് വരുമ്പോ എന്തായാലും വീടെത്തുമ്പോ ഒരു 4 മണി. 4 മണിക്ക് മായക്കണ്ണനും കണ്ട് ചോറ് തിന്നു. ചോറ് തിന്നിട്ട് 4:30 ആകുമ്പോ ടപ്പ് ഏതേ പോണ് ട്യൂഷൻ ക്ലാസ്സിൽ ചെന്നാ പഠിപ്പിക്കല്, പണ്ടാരടക്കല്. പിന്നെ ട്യൂഷൻ വിട്ട് വരുമ്പോ എത്ര മണിയാവും? 9 മണി, 8:30. പിന്നെ വീട്ടിൽ വന്നിരുന്നിട്ട് സ്കൂളിലേക്ക് ചെയ്തുകൊണ്ടിരാനുള്ള ഹോംവർക്ക്, മദ്രസയിലേക്ക് ചെയ്തുകൊണ്ടിരാനുള്ള ഹോംവർക്ക് ഒക്കെ ചെയ്യണം. ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഉസ്താക്കന്മാർ അറബ് പോലെയാണ് അടി കിട്ടണത്. ചെയ്യാണ്ടിരിക്കാൻ പറ്റും. ആ ഹോംവർക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ചു നേരം TV കാണാന്ന് വിചാരിച്ചിരിക്കുമ്പോ ഉമ്മ വന്ന് ലൈറ്റ് ഓഫ് ചെയ്യും, TV ഓഫ് ചെയ്യും. വന്നിടന്ന് ഉറങ്ങി പിറ്റേന്ന് മദ്രസ ഉണ്ടെന്ന് പറയും. ഇതല്ലേ നിന്റെ കുട്ടിക്കാലം? ഇങ്ങനെ പറയില്ലടാ, പേടിയാവണ്. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോ കുട്ടിക്കാലം അടിപൊളിയായിട്ട് തോന്നും. അല്ല അക്കരപ്പച്ചാണ്. എനിക്ക് എന്റെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു കൊണ്ടട്ടാ. എന്നാ പിന്നെ എനിക്കും പോണ്ട. ശരിയാണ്, ട്രോമായിരുന്നത്. എന്ത് കാര്യത്തിനാണ് മുസ്താവിന്റെ അടി? ചില്ലറ അടിയാണോ കൊണ്ടേക്കണത്? വീട്ടിൽ പോയി പറഞ്ഞപ്പോ അടി കൊണ്ട് സ്വർഗത്തിൽ പോകും. കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോ നമ്മളിൽ പലർക്കും നമ്മുടെ പഴയ ഒരു കുട്ടിക്കാലം ഓർമ്മ വന്നിട്ടുണ്ടോ? നമ്മളിൽ പലരും ഇതേപോലെ ആയിരുന്നു അല്ലേ? രാവിലെ എണീക്കുക, മദ്രസയിൽ പോവുക, അവിടുന്ന് വന്ന് സ്കൂളിൽ പോവുക, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലോ ട്യൂഷന് പോവുക. ഇങ്ങനെയായിരുന്നു നമ്മുടെ പലരുടെയും ആ ഒരു കുട്ടിക്കാലം. പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനത്തെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ആ ഒരു പഴയ ഒരു എന്താ ചെയ്യുക, കുട്ടിക്കാലമാണ് ഇങ്ങനെ ഓർമ്മ വന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുക. പിന്നെ ആ സഹോദരന്മാർ ആ വീഡിയോയിലൂടെ കാണിച്ചപ്പോൾ നമ്മുടെ ആ ഒരു പഴയ ഒരു കാലം ഇങ്ങനെ ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഇൻഷാ അല്ലാഹ്.